അമ്മയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അമ്മ എന്നത് ഒരു കൺകണ്ട ദൈവമാണ്. അങ്ങയുടെ അമ്മയെപ്പറ്റി, ആ ആത്മബന്ധത്തെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അമ്മയുടെ വേർപിരിയലാണ് പറയാനുള്ളൊരു ഭാഗം. അതായത് അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിലൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശത ഉണ്ടായിരുന്നു അപ്പോൾ. മറ്റൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാലത്ത് ചടയം ഗോവിന്ദനാണ് സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്തിങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷവും മരണപ്പെടും എന്നൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണമല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണു എന്ന് പറയുന്നയാൾ. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു ബന്ധമായിരുന്നു. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്ന് അങ്ങനെ രാമായണം കേൾക്കുന്നത്. അങ്ങക്ക് ഭൂതപ്രേത പിശാചുക്കളൊക്കെ പേടിയായിരുന്ന സമയത്ത് അങ്ങനെയല്ലേ കുട്ടികൾ? ഭയങ്കര പേടിയായിരുന്നു, ചെറിയ പേടിയല്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അങ്ങക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശം ഉണ്ടായിട്ടുണ്ടോ? ഈ നേരത്തെ പറഞ്ഞു, എന്നാലും ഒരു സന്യാസം എന്ന് പറഞ്ഞ പോലെ അങ്ങക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശമുണ്ടെന്ന് വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഈ ഇതിനെപ്പറ്റി പറയാറ് സാധാരണ നിസ്സാരമായുള്ള സംസാര സാഗരം എന്നാണ്. അതെ. അപ്പം അങ്ങനെയൊരു തോന്നലാണ് ആ ചെറുപ്പകാലത്ത് എനിക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആ സ്വാധീനം എന്നിലുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഭൂതപ്രേത പിശാചുക്കളെ പറ്റി ഭയങ്കര വിശ്വാസമായിരുന്നു. ആ സമയത്ത് ലൈറ്റോ അങ്ങനെയൊന്നും അധികം ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ ഞാൻ MLA ആയിരിക്കുമ്പോൾ പോലും ഇല്ല. അങ്ങനെ ഒരു കാലമാണത്. അങ്ങനെ ഒരു അവസ്ഥയാണ്. രാത്രി ആയാൽ പിന്നെ ഇരുടല്ലേ എല്ലാ സ്ഥലത്തും. അപ്പോൾ എവിടെയും ഏത് ഭൂതവും പ്രേതവും പ്രത്യക്ഷപ്പെടാം. അതൊക്കെ പിന്നെ ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരുകയല്ലേ, അതനുസരിച്ച് മാനസിക വളർച്ചയും വരികയല്ലേ. അത് പിന്നെ ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ് ബോധപൂർവ്വം. അങ്ങനെ ഈ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്താണ്? അത് ഒരു ദിവസത്തെ യാത്രയാണോ, അതോ ഒരുമിച്ചിരുന്ന് തീൻമേശയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഏറ്റവും പ്രധാനം തീൻമേശയിലെ ഭക്ഷണമാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആരൊക്കെയുണ്ടോ എല്ലാവരും ഒന്നിച്ചാണ് ഇരിക്കുക. ആ ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരും ഒന്നിച്ചാണ് ഇരിക്കുക. അങ്ങനെ ഒരു അവസ്ഥയാണ് എപ്പോഴും സ്വീകരിക്കാറ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല സമയം. എപ്പോഴും ഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഉള്ള അഭിപ്രായക്കാരനായി. അപ്പം ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇപ്പം പാടുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പാടാം അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും.